ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്കിന്ന് ഒരു നാടൻ റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ പപ്പായ. അപ്പോൾ പപ്പായയും വൻപയറും വെച്ചിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ പപ്പായ ഞാൻ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയിട്ട് നമ്മൾ ഗ്രേറ്ററിൽ വെച്ചിട്ട് നല്ലപോലെ ചീകി എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പയർ ഒരു 2-3 വിസിൽ കൊടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുതായിട്ട് ചീകി എടുത്തിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു ചെറിയ ഒരു പപ്പായയാണ് കേട്ടോ. ഒരു ഫുള്ള് പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാമൊക്കെ വരുമായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കണമല്ലോ. അപ്പോൾ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൽ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകുണ്ട്, അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പച്ചമുളകിന് എരിവ് വേണമെന്നുള്ളവർ ഒന്നും കൂടി ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ചതച്ചെടുത്തിരിക്കുന്ന തേങ്ങാക്കൂട്ട് നമുക്കിത് നടുവിലൊരു കുഴി പോലെ ആക്കിയിട്ട് നമുക്ക് അവിടേക്ക് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. ഇനി നമുക്ക് ഈ പപ്പായയെ കൊണ്ട് തന്നെ നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ വേവിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമുക്കിത് ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. വേവ് നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്പായിട്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കുക്കിംഗ് ചെയ്യുന്ന ബിഗിനേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് അറിയുണ്ടാവില്ലല്ലോ, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പം നമുക്കിനി ഇതിലേക്ക് പയർ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. പയർ വേവിച്ചത് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഓൾറെഡി പയർ വെന്തതായതുകൊണ്ട് നമുക്കിനി വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചിന് ഞാൻ മീൻകറി വെച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ പരിപ്പ് മുരിങ്ങയും വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ പപ്പായ വൻപയർ തോരൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അയല മീൻ വറുത്തതും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ കൂട്ടിയിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിൽക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കൂ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. Thank you for watching.